കോൺഗ്രസിൽ വീണ്ടും പ്രശ്നങ്ങൾക്കുള്ള സാഹചര്യം ഒരുങ്ങുകയാണ്. അതായത് പ്രിയങ്ക ഗാന്ധി ഉയർത്തിക്കാണിക്കുകയും രാഹുൽ ഗാന്ധി പിന്നോക്കം നിൽക്കട്ടെ എന്നുമാണ് പറയുന്നത്. തുടർച്ചയായുള്ള തോൽവിയാണ് കോൺഗ്രസിനകത്ത് തന്നെ ഇത്തരം ഒരു സംഭാഷണത്തിന് കാരണമായിരിക്കുന്നത്. അവർ തമ്മിൽ അടിച്ചു പിരിയും. അല്ല, ഇത് അധികാര തർക്കമല്ലേ? അധികാര തർക്കത്തിൽ സഹോദരിയും സഹോദരനും എന്നൊന്നില്ല, അച്ഛനും മകനും ഇല്ല, അമ്മയും മക്കളും അങ്ങനെ ഒന്നുമില്ല. അധികാര തർക്കത്തിൽ അധികാരത്തിന് വേണ്ടി പടപൊരുതുന്ന രണ്ട് ശത്രുക്കൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആയുഷ്കാല പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി, ആയുഷ്കാലമായിട്ട് ഭാവി പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിന് ആവശ്യമായ ഒരു അച്ചടക്കം അദ്ദേഹത്തിനില്ല എന്ന് ഇപ്പോൾ വ്യാപകമായിട്ട് പരാതി ഉയർന്നിട്ടുണ്ട്. കാരണം അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലക്ക് നിർണായക സന്ദർഭത്തിൽ പ്രതിപക്ഷത്തെ പാർലമെൻറ്റിൽ നയിക്കാൻ അദ്ദേഹം നിൽക്കുന്നില്ല. ആ സമയത്തൊക്കെ അദ്ദേഹത്തിന് തോന്നിയ സ്ഥലങ്ങളിലേക്ക് ടൂറ് പോവുക, അവിടെ പോയിട്ട് ആഘോഷം നടത്തുക, BMW ബൈക്കിൽ സഞ്ചരിക്കുക, ഷോറൂം സന്ദർശിക്കുക, എന്നിട്ട് അവിടെയെല്ലാം പോയിട്ട് ഇന്ത്യക്കെതിരെ സംസാരിക്കുക. ഇതാണ് ഇപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഒന്നില്ലെങ്കിൽ ഇവിടെയായിരിക്കും, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തായിരിക്കും. അതിന് പറയുന്ന ന്യായം പ്രധാനമന്ത്രിയും രാജ്യത്ത് പോകുന്നില്ലത്. പ്രധാനമന്ത്രി പോകാൻ ബാധ്യസ്ഥനാണ്. കാരണം വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഉറപ്പാക്കുകയും ആ രാജ്യങ്ങളിലൂടെയുള്ള ഈ വാണിജ്യ കരാറുകൾ ഒപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗം പരിഗണിക്കുകയും അതിനെ വളർത്തുകയും ചെയ്യേണ്ട ദൗത്യം പ്രധാനമന്ത്രിക്കുണ്ട്. അതിന് പ്രതിപക്ഷ നേതാവിന് അതിനകത്ത് ഒരു പങ്കുമില്ലല്ലോ. പക്ഷേ പ്രധാനമന്ത്രി എന്തൊക്കെ ചെയ്യുമോ അതൊക്കെ താനും ചെയ്യും എന്നൊരു രീതിയിലാണ്. പ്രധാനമന്ത്രി വിദേശത്ത് പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ അദ്ദേഹവും വിദേശത്ത് പോകും. കാരണം അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ താൻ എന്നും ഭാവി പ്രധാനമന്ത്രിയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇപ്പോഴെന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഇന്ത്യ സഖ്യത്തിലെ സഖ്യകക്ഷികൾക്ക് ഈ ഭാവി പ്രധാനമന്ത്രിയിൽ വിശ്വാസമില്ലാതെയായി. കാരണം ഭാവി പ്രധാനമന്ത്രി എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെയൊക്കെ ഇന്ത്യ സഖ്യം തൊപ്പിയിടുകയാണ്. ബീഹാറിൽ പോയി അത് സംഭവിച്ചു, മഹാരാഷ്ട്രയിൽ പോയി അത് സംഭവിച്ചു, ഡൽഹിയിൽ പോയി അത് സംഭവിച്ചു. ഇദ്ദേഹം എവിടെ പോയിട്ട് നടത്തുമോ, മാത്രമല്ല ബീഹാറിൽ ഇദ്ദേഹം ഏതെല്ലാം വഴികളിലൂടെ പ്രകടനം നടത്തിയോ ആ പ്രകടനം നടത്തിയ വഴികളിലെല്ലാം തന്നെ ഇന്ത്യ സഖ്യം ദയനീയമായി തോറ്റു. അപ്പോൾ ഇന്ത്യ സഖ്യത്തിന് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഒരു ബാധ്യതയാണ്. ആ ബാധ്യത രാഹുൽ ഗാന്ധിക്കുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് കോൺഗ്രസ്സിലുള്ള ഒരു വിഭാഗം ഇനിയിപ്പോൾ നമുക്ക് അറ്റ കൈക്ക് ഇനി പ്രിയങ്ക ആകട്ടെ എന്ന് കരുതിയിട്ട് പ്രിയങ്ക വാദ്രയെ എടുത്തു കാണിക്കുന്നത്. അതിന് പറയുന്ന കാര്യം പ്രിയങ്കക്ക് ഇന്ദിരാഗാന്ധിയുടെ ലുക്കുണ്ട് എന്നാണ് പറയുന്നത്. മൂക്ക് ഇന്ദിരാഗാന്ധിയുടെ പോലെയാണ്, ചുണ്ട് ഇന്ദിരാഗാന്ധിയുടെ പോലെ, ശബ്ദം ഇന്ദിരാഗാന്ധിയുടെ പോലെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു റിപ്ലിക്കയെ ഉണ്ടാക്കി വെക്കുകയാണ്. ഒന്നാമത്തെ കാര്യം ഇവർ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 1984 ഇന്ദിരാഗാന്ധി മരിക്കുന്നത്, വെടിയേറ്റ് മരിക്കുന്നത് 84 എൻ്റെ ഒരു ഓർമ്മ. ആ 84 കഴിഞ്ഞിട്ട് കൊല്ലം എത്രയായി? എത്രാമത്തെ തലമുറയാണ് മാറിയിരിക്കുന്നത്? 16 പിന്നെ 26 പോകുന്നു. അപ്പോൾ 16, 10, 26, 16, 20, 36, 36, 42 കൊല്ലമായി ഇന്ദിരാഗാന്ധി മരിച്ചു കഴിഞ്ഞിട്ട്. ഈ 42 കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധി മരിച്ച അന്ന് ജനിച്ച് വീണ കുട്ടിക്ക് വയസ്സ് 42 എന്നാണ് അർത്ഥം. അപ്പോൾ അവരെല്ലാം മിഡിൽ ഏജിലായിരിക്കുന്നു. അപ്പോൾ ഈ 45-നും 1 വയസ്സിനും 45-നും ഇടയ്ക്ക് പ്രായമുള്ളവർക്ക് ഇന്ദിരാഗാന്ധി ആരാണെന്നറിയില്ല. കാരണം അവരുടെ മനസ്സിൽ ഇന്ദിരയില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ വരുന്ന ഇന്ദിരയാണ്. ആ ചരിത്രത്തിൽ വരുന്ന ഇന്ദിരയെ ചരിത്രപരമായി തന്നെ ആളുകൾ വിലയിരുത്തുമ്പോൾ ആ ഇന്ദിരക്ക് പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കും. അത് ചരിത്രത്തിൽ വരുന്ന ഇന്ദിരയുടെ മാറ്റങ്ങളാണ്. പക്ഷേ ഒറിജിനൽ ഇന്ദിര എവിടെ എന്ന് ചോദിക്കുന്ന സമയത്ത് കാണിച്ചു കൊടുക്കാനില്ല. എൻ്റെയൊക്കെ തലമുറയ്ക്ക് ഇന്ദിരാഗാന്ധി എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന അടിയന്തരാവസ്ഥ എന്നാണ്. അപ്പോൾ ഞങ്ങൾ കേട്ട ചരിത്രം അതാണല്ലോ, നിങ്ങൾ കേട്ട ചരിത്രം അടിയന്തരാവസ്ഥ എന്നുള്ളതാണ്.
ആ അടിയന്തരാവസ്ഥയുടെ ചരിത്രത്തിൻ്റെ ഉപജ്ഞാതാവായിട്ട് നിൽക്കുന്ന ഇന്ദിരാഗാന്ധിയുടെ റിപ്ലിക്കയായിട്ട് ഒരു ദുർബലമായ അനുകരണമായിട്ട് ഇവരെ അവതരിപ്പിച്ച് രക്ഷപ്പെടാമെന്ന് കരുതുന്ന കോൺഗ്രസ്സുകാരുടെ ബുദ്ധി പരീക്ഷിക്കേണ്ടതാണ്. അത് പരിശോധിക്കുകയും വേണം. കാരണം ലോകത്ത് അങ്ങനെയല്ല. ചരിത്രം ഒരു പ്രാവശ്യം ദുരന്തമായും രണ്ടാമത് പ്രഹസനമായും വരും എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇന്ദിരാഗാന്ധി ജനാധിപത്യത്തിലൊരു ദുരന്തമായിട്ടാണ് അവസാനിച്ചത്. ആ ജനാധിപത്യത്തിലെ ദുരന്തമായി ഇന്ദിരാഗാന്ധി അവസാനിച്ചു കഴിഞ്ഞപ്പോൾ ഇതാ ഇനിയൊരു പ്രഹസനമായിട്ട് വേറൊരു ഇന്ദിരാഗാന്ധിയെ കൊണ്ടുവന്ന് വച്ച് മത്സരിക്കാം എന്നാണ് കോൺഗ്രസ്സുകാർ കരുതുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു എവർ ടൈം ഭാവി പ്രധാനമന്ത്രിക്ക് സഹോദരിയാണെങ്കിലും അങ്ങനെ വരുന്നത് ഇഷ്ടമല്ല. കാരണം തൻ്റെ അധികാരസ്ഥാനം പോയിട്ട് ആ സ്ഥാനത്തേക്ക് വേറൊരാൾ കടന്നു വരുന്നത് സഹോദരിയാണെങ്കിലും അധികാരത്തിൻ്റെ തർക്കത്തിൽ അത് ഇഷ്ടപ്പെട്ടൊരു കാര്യമായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, ഈ അധികാര കൈമാറ്റത്തെ ഏറ്റവും ഭംഗിയായി എതിർക്കാൻ പോകുന്ന ഒരാൾ ഒരു സംശയവും വേണ്ട രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും. സോണിയക്ക് പഴയ പ്രതാപം വീട്ടിലുമില്ല, പാർട്ടിയിലുമില്ല. വീട്ടിൽ പ്രതാപം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ മകനും മകളും തമ്മിലുള്ളൊരു യുദ്ധത്തിൽ ആരുടെ കൂടെ നിൽക്കണം എന്നുള്ളൊരു കാര്യത്തിലൊരു തീരുമാനം എടുത്തു പോകാൻ ഒരു അമ്മ എന്ന നിലക്ക് അവർക്ക് പ്രയാസമുണ്ടാകും. മകനാണ് അവർക്ക് താല്പര്യം, അതുകൊണ്ടാണ് മകനെ കൊണ്ടുവന്നത്. പക്ഷേ മകൻ ചൊവ്വാകുന്നില്ല. ചൊവ്വില്ലാത്ത മകനായിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും? അപ്പോഴാണ് പ്രിയങ്ക വാദ്രയെ കൊണ്ടുവന്നത്. എന്നിട്ട് അവരുടെ പേര് പ്രിയങ്ക ഗാന്ധി എന്നാക്കി മാറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ നാടകങ്ങളാണ് വരുത്തുന്നത്. ഗാന്ധിയുടെ പേര് വെച്ചിട്ട് അതിൻ്റെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഗാന്ധിക്ക് ഇപ്പോഴും ഇന്ത്യയിൽ കറൻസി ഉണ്ട് എന്ന് കണ്ടിട്ടാണ് ചെയ്യുന്നത്. നെഹ്റു എന്ന് വെക്കുന്നില്ല. ഇല്ല, വെക്കില്ല. ഈ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മഹാനാണെന്ന് പറയുന്നവരാരും തന്നെ, കോൺഗ്രസ്സുകാരിലുള്ളവർ ഒരാളും തന്നെ ഈ മറ്റവനോട് രാഹുൽ നെഹ്റു എന്ന് വെക്കാനും പ്രിയങ്ക നെഹ്റു എന്ന് വെക്കാനും പറയുന്നില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ച് പിടിക്കില്ല എന്ന് അവർക്കറിയാം. കാരണം ആരെങ്കിലും ഇതിനെടുക്കാൻ വേണ്ടേ? അതെ. ഈ കറൻസി ഉണ്ടെന്ന് നെഹ്റു മഹാനാണെന്ന് ഇവർ പറയുന്നതല്ലാതെ, ഇവർ കുറച്ച് പേര് പറയുന്നതല്ലാതെ ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് കാര്യമായ ഒരു സ്വാധീനം ഇപ്പോഴില്ല. പണ്ടുണ്ടായിരുന്നു. അത് ചരിത്രമാണ്. ആ ചരിത്രം പോയിട്ട് കാലം എത്രയായി? അതും കൂടി നമ്മൾ ആലോചിക്കണം. 64-ലല്ലേ നെഹ്റു മരിക്കുന്നത്. 64 നെഹ്റു മരിച്ചു കഴിഞ്ഞിട്ട് കൊല്ലം എത്രയായിപ്പോൾ? നിങ്ങളതൊന്ന് ആലോചിച്ച് നോക്ക്. 74, 84, 94, 2004, 40 കൊല്ലം. ഇപ്പോൾ ഇത് വരുമ്പോഴേക്കും 60 കൊല്ലം കഴിഞ്ഞ്. എന്നുവെച്ചാൽ അന്ന് ജനിച്ച ഒരാൾക്ക് 65 വയസ്സാകാൻ പോകുന്നു. ഈ 65 വയസ്സിനുള്ളിലുള്ള തലമുറക്ക് നെഹ്റു ആരാണെന്ന് ചോദിച്ചാൽ നിശ്ചയമില്ല. ടെക്സ്റ്റ് ബുക്കുകളിൽ പഠിച്ചിട്ടുള്ള ചരിത്രം മാത്രമാണുള്ളത്. ആ ചരിത്രം മാത്രം വെച്ചുകൊണ്ട് ഒരാളുടെ പിന്നിൽ ആളുകൾ അണിനിരത്തുക എന്ന് പറഞ്ഞാൽ സാധ്യമല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ്. എന്നാൽ പിന്നെ ഗാന്ധി ആകട്ടെ, ഗാന്ധിക്ക് ഇപ്പോഴും കുറച്ച് ബേസ് ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഗാന്ധിയെക്കുറിച്ച് അവർ പറയുന്നതും ഗാന്ധിയെ വെക്കുന്നതും. ഗാന്ധിയോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല. ഗാന്ധി അവർക്ക് ഇഷ്ടമേ അല്ല. നെഹ്റു കുടുംബമാണ് ഗാന്ധിയെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നതും ഏറ്റവും കൂടുതൽ വെറുക്കുന്നതും. എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാമല്ലോ അവർ ഗാന്ധിക്കെതിരാണ് എന്നുള്ള കാര്യം. മറ്റുള്ളവർക്കറിയില്ല എന്ന് വെക്കാം. പക്ഷെ അവർക്കറിയാം അവർ ഗാന്ധി പറയുന്ന ഒരു കാര്യവും അംഗീകരിച്ചിട്ടില്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തുടങ്ങി ഇങ്ങോട്ട് എല്ലാവരും. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഗാന്ധിയുടെ സത്യവും അഹിംസയും സൗഹാർദ്ദവും പിന്നെ ചർക്കയും അഹിംസയും ഉൾപ്പെടെയുള്ള എല്ലാ ആശയങ്ങളെയും താൻ എതിർക്കുന്നു എന്നും തനിക്കതിൽ വിശ്വാസമില്ല എന്നും കത്തെഴുതി 1927 മഹാത്മാഗാന്ധിയെ അറിയിച്ച ആളാണ് നെഹ്റു. സത്യത്തിലും അഹിംസയിലും വിശ്വാസമില്ലാത്ത ഒരാൾക്ക് വേറെ എന്ത് ബഹുമതികൾ നിങ്ങൾ കൊടുത്താലും ഗാന്ധി ശിഷ്യനെന്ന ബഹുമതി കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഈ സത്യത്തിലും അഹിംസയിലും വിശ്വാസമില്ലാതിരിക്കുകയും പാശ്ചാത്യ സെക്കുലറിസത്തിലും സോഷ്യലിസത്തിലും മാത്രം വിശ്വസിക്കുകയും ചെയ്ത ഒരാളെ ഗാന്ധി ശിഷ്യനാക്കി ചരിത്രത്തിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണെങ്കിലും ഇപ്പോൾ വസ്തുതകൾ കൂടുതൽ വെളിച്ചത്ത് വരുമ്പോൾ അത് ഒരു അപഹാസ്യ കഥാപാത്രമായിട്ട് നെഹ്റുവും മാറുകയാണ്.
അദ്ദേഹത്തിൻ്റെ ചെയ്തികളും ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലും മറ്റു മാധ്യമങ്ങളിലും ചർച്ച ചെയ്യപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായി. മുമ്പതുണ്ടായിരുന്നില്ല. മുമ്പ് ഇദ്ദേഹത്തെ സദ്ഗുണ സമ്പന്നനായിട്ടാണ്, ഗാന്ധി ശിഷ്യൻ സദ്ഗുണ സമ്പന്നൻ എന്നൊക്കെ പറഞ്ഞാണ് അവതരിപ്പിച്ചിരുന്നത്. ഇപ്പം ഇങ്ങേര് ഗാന്ധി ശിഷ്യനല്ല, സദ്ഗുണ സമ്പന്നനല്ല, ആവശ്യത്തിലധികം ദുർഗുണങ്ങൾ ഇങ്ങേർക്ക് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും ഓരോ ദിവസം കഴിയും തോറും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും ഒരു ലെഗസി പറഞ്ഞുകൊണ്ട് അടുത്ത ജനറേഷനെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് ഇവർ കരുതുന്നത് പോലൊരു മണ്ടത്തരം വേറെയില്ല. ആ മണ്ടത്തരമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മണ്ടത്തരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുടുംബഛിദ്രം വന്നിരിക്കുന്നത്. ഇത് കുടുംബഛിദ്രത്തിലേക്കേ ചെന്ന് അവസാനിക്കുള്ളൂ. അത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറേ പേര് രാഹുലിൻ്റെ കൂടെയും കുറേ പേര് പ്രിയങ്കയുടെ കൂടെയും നിൽക്കും. ലാഭം എവിടെയാണെന്ന് നോക്കിയിട്ടായിരിക്കും ബാക്കി കാര്യങ്ങൾ മുഴുവൻ നിശ്ചയിക്കുക. കാരണം പ്രിയങ്കയ്ക്ക് നിത്യബാധ്യതയായിട്ട് വാദ്ര ഉള്ളിടത്തോളം കാലം പ്രിയങ്കയ്ക്ക് ഒരു പരിധി വിട്ടിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. വാദ്ര ഒരു ക്രിമിനലാണ്, ക്രിമിനൽ കേസിലെ പ്രതിയാണ്, സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ മടിയില്ലാത്ത ഒരാളാണ്. ആ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ പേരിൽ കോടതി നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരാളുടെ വ്യവസ്ഥയിൽ നിന്നുകൊണ്ടാണ് പ്രിയങ്ക വരുന്നത്. അത് തന്നെ പ്രിയങ്കയ്ക്കൊരു വലിയ കൊച്ചുവിലങ്ങാണ്, ഇങ്ങനെ പറയിലേക്ക് വലിക്കും. ഇതേ കാര്യം തന്നെയാണ് ഇയാൾക്ക്. മറ്റേയാൾക്ക് കഴിവില്ല എന്ന് ഇവർ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും അംഗീകരിക്കുക. അപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ ഘടകകക്ഷികൾക്ക് കാര്യം പിടികിട്ടി. ഇയാളെ വെച്ചുകൊണ്ട് പോകുകയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലും ക്ലച്ച് പിടിക്കാൻ പറ്റില്ല എന്നറിയാം. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ബംഗാളിലെ തെരഞ്ഞെടുപ്പിൽ ഇയാളെ കൂട്ടില്ല മമത, പറഞ്ഞു കഴിഞ്ഞവർ. വല്ല 1-2 സീറ്റൊക്കെ കൊടുത്തേക്കാം എന്നല്ലാണ്ട് വേറൊന്നുമില്ല. അപ്പോൾ ഇത് ഒരു കുടുംബഛിദ്രത്തിലേക്കും ആ കുടുംബഛിദ്രത്തിലൂടെ ഒരു രാഷ്ട്രീയ ഛിദ്രത്തിലേക്കുമാണ് ഇപ്പോൾ കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുന്നത്.